നമസ്കാരം. കപ്പലിൽ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം തന്നെ ശ്രമിക്കുന്നുണ്ട്. അപായ വസ്തുക്കളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് തീ അണയ്ക്കാനുള്ള പ്രയാസകരമായ കാര്യം മാറ്റുന്നത്. രക്ഷാദൗത്യവും വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. കൂടുതൽ ബോട്ടുകളും എത്തിയിട്ടുണ്ട്. കപ്പൽ ജീവനക്കാരെ ചികിത്സയ്ക്കായി മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് ചെറിയ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ബേപ്പൂർ കപ്പൽ അപകടത്തെ തുടർന്ന് ഏലത്തൂർ, ബേപ്പൂർ, വടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോഴിക്കോട് സിറ്റി റൂറൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും പോർട്ട് ഓഫീസർ ഫിഷറീസ്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര TEOCകളിലേക്കും അറിയിപ്പ് കൊടുത്തതായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. കാണാതായ 4 പേരിൽ 2 പേർ തായ്വാൻ സ്വദേശികളാണ്. 2 പേർ ഇന്തോനേഷ്യ, മ്യാൻമാർ സ്വദേശികളും. ആകെ ഉണ്ടായിരുന്നത് 22 ജീവനക്കാരാണ്. കടലിൽ ചാറിയ 18 പേരെയും രക്ഷപ്പെടുത്തി. എന്നാൽ ഈ 4 പേരെ രക്ഷപ്പെടുത്താനായില്ല. ഈ 18 പേരെ രക്ഷപ്പെടുത്തിയവരിൽ 5 പേർക്ക് പരിക്കുമുണ്ട്. 4 പേരെ കാണാനില്ലാത്തൊരവസ്ഥയും. കപ്പൽ പൊട്ടിത്തെറിയിൽ കാണാതായവരിൽ 2 തായ്വാൻ പൗരന്മാരുണ്ടെന്ന് രക്ഷപ്പെട്ടവരിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്. പരിക്കേറ്റവരിൽ കഴിയുന്ന 2 പേരുടെ അവസ്ഥ ഇപ്പോൾ ഗുരുതരമായി പോവുകയാണ്. ആദ്യം ഒരാളുടെ നില മാത്രമായിരുന്നു ഗുരുതരമായിട്ടുണ്ടായിരുന്നത്. ഈ 5 പേർക്കും പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ദേഹമാസകലം തന്നെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. തീ പടർന്ന ഇടത്ത് തന്നെയായിരുന്നു ഇവർ നിന്നിരുന്നത്. അതുകൊണ്ടാണ് തീ വേഗം ഇവരുടെ ശരീരത്തിലേക്ക് പടർന്നത്. വേഗം അവർ കടലിലേക്ക് ചാടിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നം ഇപ്പോഴും തുടരുകയാണ്. ആംബുലൻസുകൾ ഇപ്പോഴും സജ്ജമായി തന്നെ നിൽക്കുന്നു. അവരെ എങ്ങോട്ട് വേണമെങ്കിലും ചികിത്സിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാരും കൂടെ നിൽക്കുന്നത്. ഒരു ഇന്തോനേഷ്യ പൗരനെയും ഒരു മ്യാൻമാർ പൗരനെയും അപകടത്തിൽ കാണാനില്ല എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട്. ഇപ്പോൾ 2 പേരെയും കൂടി കാണാനില്ല എന്ന് പറയുന്നു. ഇപ്പോഴും തീയണയ്ക്കാൻ ഊർജിത ശ്രമം നടക്കുകയാണ്. കാണാതായവരുടെ എണ്ണം ഇപ്പോൾ 4 ആവുകയും ഗുരുതര പരിക്കുകളായവരുടെ 2 ആവുകയും അതുപോലെ പരിക്കുകളുടെ എണ്ണം 5 ആവുകയും ചെയ്തു. തീ അണയ്ക്കൽ വളരെ പ്രയാസകരമെന്ന കാര്യം ആദ്യമേ പറയുന്നുണ്ട്. കാരണം അതിലുള്ള ചരക്കുകൾ പെട്ടെന്ന് തീ പടരുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത്. കേരള തീരത്ത് തീ പിടിച്ച കപ്പലിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ചികിത്സാ സഹായം തേടി കപ്പൽ കമ്പനിയും എത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയുമായും ബന്ധപ്പെട്ടു. അടിയന്തര ചികിത്സാ സഹായം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അതിനു മുൻപേ തന്നെ ഇവിടെ സർക്കാർ എല്ലാം ഒരുക്കിയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ആംബുലൻസ് ഒരുക്കി നിർത്താനും ആവശ്യമുണ്ടായിരുന്നു. പറഞ്ഞത് പ്രകാരം തന്നെ കൂടുതലും ആംബുലൻസുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ ആശുപത്രികളും ഇതിനെ സജ്ജമാക്കി കൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകളിൽ തന്നെ രാസവസ്തുക്കളാണെന്നും വായു സ്പർശിച്ചാൽ തീപിടിക്കുന്നവയാണെന്നും പറയുന്നു. അവയൊക്കെ തന്നെയും ഇത്തരത്തിൽ വിവരത്തിൽ പറഞ്ഞ ആദ്യ കാര്യങ്ങളാണ്. ഇതുവരെ 50ഓളം കണ്ടെയ്നറുകളിൽ കടലിൽ പതിച്ചതായി വിവരം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായ് 503 എന്ന ചരക്കു കപ്പലിൽ തീപിടിച്ച വിവരത്തിൽ പറയുന്നുണ്ട്. കോഴിക്കോട് തീരത്ത് നിന്നും 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിലാണ് അപകടം ഇപ്പോൾ സംഭവിച്ചത്. ബേപ്പൂരിൽ നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണിത്. 20 വർഷം പഴക്കമുള്ള ഒരു കണ്ടെയ്നർ കപ്പൽ. കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായി മഹാരാഷ്ട്രയിലെ നവക്ഷേവ തുറമുഖത്ത് പോവുകയായിരുന്നു. അപകട സമയത്ത് മണിക്കൂറിൽ 14 നോട്ടിക്കൽ മൈൽ വേഗതയിലായിരുന്നു കപ്പൽ സഞ്ചരിച്ചത്. യാത്ര തുടങ്ങി 11ാം മണിക്കൂറിലാണ് അപകടം. കോഴിക്കോട് തീരത്ത് നിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. അപകട സമയത്ത് 22 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. 18 പേർ കടലിൽ ചാടുകയും ചെയ്തിരുന്നു. ഇതിലാണ് 5 പേർക്ക് ഗുരുതര പരിക്കുകളുള്ളതും ഇതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. 2005 നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത്. 269 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ. കപ്പലിൽ പലതവണ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 20 കണ്ടെയ്നർ കടലിൽ ആദ്യം വീണു. കടലിൽ ചാടിയ ജീവനക്കാർ രക്ഷാ ബോട്ടുകളിലുണ്ടെന്ന് ആദ്യമേ വിവരം വന്നു. കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവർ കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ഡോണിയർ ഹെലികോപ്റ്ററുകളും അപകട സ്ഥലത്തേക്ക് ആദ്യം പുറപ്പെട്ടു. കപ്പലിലെ തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി സംശയവുമുണ്ടായിരുന്നു. ഇവരെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകാമെന്ന ആവശ്യം തയ്യാറെടുപ്പും നടത്താൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി ആദ്യമേ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെയാണ് കടലിലേക്ക് ചാടിയ 18 പേരെയും അവർ രക്ഷപ്പെടുത്തിയത് എന്ന് പറയാം. എന്നാൽ 4 പേരെ കാണാതായതിന് ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ്. 4 പേരെ കാണാതായതിന്റെ എണ്ണം ഇനി കൂടില്ല. എന്തായാലും ഈ 4 പേരെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഊർജിതമായി നിൽക്കുന്നത്. കേരള തീരത്തിന് സമീപത്തായി വീണ്ടും ചരക്കു കപ്പൽ ദുരന്തം സംഭവിച്ചത് വളരെയധികം സങ്കടമായി മാറുന്നു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ചരക്കു കപ്പലിനാണ് കേരള തീരത്ത് വെച്ച് ഇങ്ങനെ സംഭവിച്ചത്. അഴിക്കലിനും ബേപ്പൂരിനും ഇടയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ 50 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചുവെന്നാണ് പുറത്തുവന്ന വിവരങ്ങളിൽ ആദ്യം പറഞ്ഞത്. സംഭവം അറിഞ്ഞ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും രക്ഷാദൗത്യത്തിന് പുറപ്പെട്ടതിന് പിന്നാലെയാണ് എല്ലാവരും ഈ വിഷയം അറിഞ്ഞത്. കപ്പലിലുള്ള 40ഓളം ജീവനക്കാരായിരുന്നു എന്നാണ് ആദ്യം വിവരങ്ങളെങ്കിലും പിന്നീട് 22 വിവരങ്ങളാണെന്ന് പേര് വിവരങ്ങൾ അടക്കം തന്നെ പട്ടികയിൽ പറയുന്നു. 650ഓളം കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്.